അങ്ങനെ നമ്മളെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. നിങ്ങൾ പല ആളുകളും ഹാപ്പി ആയിരിക്കും, കാരണം അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും, അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. ചില ആളുകൾ ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടിയിട്ടുണ്ടാവില്ല, ചില ആളുകൾക്ക് അഡ്മിഷനെ അല്ലെങ്കിൽ അലോട്ട്മെന്റേ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കിട്ടാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. വേഗം കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്മിഷൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും പോയിട്ട് കാര്യമില്ല. അഡ്മിഷൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ജൂൺ 5, അതായത് നാളെ മുതൽ ജൂൺ 5 മുതൽ സ്കൂൾ, അതായത് നമ്മളെ ശരിക്കും സ്കൂളിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 10 മണി അല്ലേ. ഒരു 10 മണി മുതൽ അല്ലെങ്കിൽ ഒരു 9:30 നിങ്ങൾക്ക് വേണം സ്കൂളിൽ എത്തിക്കോളൂ. 9:30 AM മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങളുടെ സമയം എന്ന്. അതായത് ജൂൺ 5, 6, 7 3 ദിവസം. 7-ാം തീയതിയാണ് നിങ്ങൾ അവസാന ഡേറ്റ്. ഓക്കെ, ഇപ്പോൾ 3 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യുക, വേഗം പോവുക, അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളാണ് കിട്ടിയെങ്കിൽ അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം, ഫീസ് കൊടുക്കാം, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ അല്ല കിട്ടിയതെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് എന്ത് ചെയ്താൽ മതി, അഡ്മിഷൻ. ഒരാളും നിർബന്ധിക്കുക ഈ സ്കൂളിൽ തന്നെ ഈ പഠിക്കണമെന്ന് ആരും പറയില്ല, ഒരു ടീച്ചറും പറയില്ല. അപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നാന്ന് പറയാം, അഡ്മിഷൻ എടുക്കുക. റെഡി? സമയം ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോരുത്. ഇനി നാളെ നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യരുത്, എടുക്കുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. അതാ, ഒന്ന് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സ്കൂളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല, അവിടെ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അഡ്മിഷൻ സമയം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്, 9 മുതൽ വൈകുന്നേരം 5 മണി അല്ലെങ്കിൽ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. ഫീസിൻ്റെ കാര്യങ്ങൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി അവർ പറഞ്ഞു തരും. പിന്നെ സർട്ടിഫിക്കറ്റ്സ് എടുക്കേണ്ട SLCൻ്റെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ SLC ബുക്ക് ഉണ്ട് എടുക്കുക. നിങ്ങളുടെ TC നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ്, ട്രൈ ബ്രേക്കർ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒറിജിനൽ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ അലോട്ട്മെന്റ് സമയത്ത് ടിക്ക് കൊടുത്തത് അതിൻ്റെയൊക്കെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റും കൂടി നിങ്ങൾ കൈ കരുതിക്കുക. ഓക്കെ, വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോയും കൈ കരുതിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, ഒരു ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടെങ്കിൽ പേരിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഒരു പെന്നും കയ്യിൽ കരുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, സമയത്തിൻ്റെ കാര്യം മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി എന്നൊരു ഫസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണം, ഈ വർഷം നിങ്ങൾ +1 വിദ്യാർത്ഥികളായിട്ട് മാറുകയാണ്. നിങ്ങൾ ഏതൊരു സ്കൂളിൽ, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ, വാട്ട് എവർ ഇറ്റ് ഈസ്, യെസ് ഓർ ഐ ഡോണ്ട് നോ, പക്ഷേ നിങ്ങൾക്ക് ഒരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നാളെ പോയി അഡ്മിഷൻ എടുക്കാം. ഈ വർഷം അടിപൊളിയാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി കിട്ടാത്ത ആളുകൾ, ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത ആളുകൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു കുട്ടിക്ക് അലോട്ട്മെന്റ് കിട്ടി, ആ കുട്ടി ഒരു സ്കൂളിൽ എന്ത് ചെയ്യാൻ അഡ്മിഷൻ എടുത്തെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരുപാട് സ്കൂളിൽ സെയിം റാങ്ക് ഉണ്ടായിരിക്കും, ആ കുട്ടി കൊടുത്ത് അവിടുത്തെ റാങ്ക് ഒക്കെ ക്യാൻസൽ ചെയ്യപ്പെടുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുന്നതോടുകൂടി റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റം വരാൻ വേണ്ടി പോവുകയാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഓക്കെ, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. റെഡി? അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ നിങ്ങൾക്കറിയാം, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, ബൈ.